ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക്. സോ ഗൈസ്, നമ്മുടെ ബൈക്ക് ഷോറൂമിൽ നമ്മൾ 2-3 ബൈക്സും കാലൊക്കെ സെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് നമുക്ക് അധികം രീതിയിലുള്ള പ്രോഫിറ്റും കാലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ഷോറൂമും കാലൊക്കെ നമ്മൾ ഫുള്ള് വിറ്റിട്ട് നമ്മുടെ പുതിയൊരു സിറ്റിയിലോട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ പുതിയൊരു സിറ്റിയിൽ വന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഒരു ഷോറൂം നമ്മൾ വാങ്ങിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇത് ഒരു കാർ ഷോറൂം ആട്ടോ. അപ്പോൾ നമ്മൾ കാർ ഷോറൂമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റിയിലുള്ളവർക്ക് എല്ലാവർക്കും കാറിനോടാണ് ഗൈസ് കൂടുതൽ താല്പര്യമുള്ളതൊക്കെ. അപ്പോൾ അവരെല്ലാവരും കാറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗൈസ് നമ്മൾ ഇതൊരു കാർ ഷോറൂം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ ഇനി കാറൊക്കെ കൊടുന്ന് ഇപ്പോൾ ചെറിയൊരു കടയാണ്. അപ്പോൾ നമുക്കെന്തായാലും ഇത് ഫ്യൂച്ചറിൽ നമുക്കിത് വലുതാക്കി എടുക്കണം. നമുക്ക് ഒരു അടിപൊളി ഷോറൂമും കാലൊക്കെ ആക്കിയെടുക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നൈബർഹുഡിൽ പോയിട്ടാണ് അവിടെ കാറും കാലൊക്കെ വാങ്ങിക്കാൻ കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പ് ഒരു ട്യൂട്ടോറിയൽ ഉണ്ടായത്, അതിനെ സ്കിപ്പ് ചെയ്ത് കളഞ്ഞാണ് ഞാൻ വീഡിയോയിൽ കാണിക്കാതെ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടുന്ന് കഴിച്ച് നമുക്കൊരു കാറും കാലൊക്കെ നമുക്ക് ഇവിടെ നിന്നാണ് വാങ്ങേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ അത് ഒരുപാട് കാറും കാലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ സെയിലിനിട്ടിരിക്കുന്ന കാറാട്ടോ. അപ്പോൾ ഈ ഒരു കാറൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ബട്ട് നമ്മുടെ കയ്യിലിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ $24,900 കാലൊക്കെ മാത്രമേ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എത്രത്തോളം കാർ നമുക്ക് വാങ്ങിക്കാൻ പറ്റുമെന്ന് നമുക്ക് അറിയില്ല. ഇപ്പോൾ ഈ ഒരു കാറിന് തരുന്നത് 4 ലക്ഷം രൂപയുടെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്നും ഇപ്പോൾ തന്നെ നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല. നമുക്ക് അഫോർഡബിൾ ഉള്ള റേറ്റിലും കാലൊക്കെ നമുക്ക് കാർ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടുന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് നമ്മൾ വാങ്ങിച്ചിട്ട് നമുക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് വേണം കഴിച്ചത് ഇതുപോലത്തെ വലിയ വലിയ കാറൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ലക്ഷറി കാർസും കാറിലൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നമുക്ക് വാങ്ങിക്കണമെങ്കിൽ നമുക്ക് മില്യണർ ആവണം കഴിച്ച് നമ്മൾ. അപ്പോൾ നമുക്ക് എന്തായാലും അത് ഫ്യൂച്ചറിൽ നമുക്ക് സെറ്റാക്കാൻ പറ്റുന്ന ഒരു പ്രതീക്ഷയിൽ കഴിച്ച് നമുക്കിതാ ഈ കാർ നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ വേറെ ഇതിലൊരു കാറ് നോക്കട്ടെ. ഓക്കെ ഓക്കെ, ഇവിടെ ഒന്നും ഇല്ലല്ലോ. ഓക്കെ, അവിടെ ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു ഹൗസിനൊക്കെ മുമ്പിൽ നമുക്ക് നോക്കണം കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ആയിരിക്കും കാലൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, ഇതൊരു ജീപ്പിൻ്റെ മോഡലാണ്. ഓക്കെ, വെറുതെ ടൊയോട്ട ആണോ? ഓക്കെ, ഇത് നമുക്ക് വാങ്ങിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, 42K ആണ് അതിനുള്ളത്. ഓക്കെ, അപ്പോൾ അതും വേണ്ട. നമുക്കെന്തായാലും നമുക്ക് അഫോർഡബിൾ റേറ്റിൽ ഇത് മിക്കവാറും ഇതിന് നല്ല റേറ്റ് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. കാരണം അത് കുറച്ച് മോഡിഫിക്കേഷനൊക്കെ ചെയ്തൊരു കാറാണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, 36K. ഓക്കെ നൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും അത് നമുക്ക് വേണ്ട. നമുക്കെന്തായാലും ഈ ഒരു സൈഡ് നമ്മളതിൻ്റെ പുറം ഭാഗത്ത് നമുക്ക് കുറച്ച് കാറും കാലൊക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ടാകും. അപ്പോൾ എനിക്കിപ്പോൾ മനസ്സിലായി, നമ്മുടെ ഈ ഒരു ചെയറിലിരിക്കുന്നവരുണ്ടല്ലോ, ചെയറിലിരിക്കുന്നവർ നമുക്ക് കുറച്ച് പൈസയ്ക്ക് നമുക്ക് കാറ് തരില്ല. അവർ നല്ല റേറ്റിനാണ് അവരുടെ അടുത്ത് കാർ ഉണ്ടായിരിക്കുക. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എല്ലാ ആൾക്കാരും ചെയറിലിരിക്കുന്നവരെല്ലാവരും നമുക്ക് കാറ് തരുന്നത് നല്ല റേറ്റിനാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ചെയറിലിരിക്കുന്നവരെ അവോയ്ഡ് ചെയ്തിട്ട് നിൽക്കുന്നവരല്ലേ നമുക്ക് പോയി നോക്കാം. ഓക്കെ, അവരുടെ അടുത്ത് നമുക്ക് മിക്കവാറും നമുക്ക് പറ്റിയ അഫോർഡബിൾ ഉള്ള റേറ്റിന് നമുക്ക് കാറ് കിട്ടുമെന്നാണ് തോന്നുന്നത്. ഓക്കെ, ഇവിടെ എടുത്ത് നിൽക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇവൻ്റെ അടുത്ത് നോക്കാം. ഓക്കെ ഓക്കെ 11K. ഓക്കെ, 11,319 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു കാറ് വാങ്ങിക്കാൻ പറ്റും. രൂപയല്ല, ഇവിടെ ഡോളറാണ്. ഓക്കെ ഓക്കെ, ഡോളറിന് നമ്മൾ കാറ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് കേസ് എൻ്റെ പ്രോ ഡ്രൈവിങ് കാറിലേക്ക്. എനിക്ക് കാരണം ചെറുതായിട്ട് ലാഗുള്ള പോലെ എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ ഞാൻ കഴിച്ചു ഈ ഒരു ക്ലിപ്പ് കട്ട്. ഓക്കെ, പ്രോ ഡ്രൈവർ. ഓക്കെ, സില്ലി മാറ്റേഴ്സ്. ഓക്കെ, മിക്കവാറും ചിലപ്പോൾ ഈ ഒരു ക്ലിപ്പ് ഇവിടുന്ന് കട്ട് ചെയ്ത് കളയാനുള്ള സാധ്യതയുണ്ട്. ബിക്കോസ് എനിക്കിപ്പോൾ തന്നെ ചെറിയൊരു ലാഗ് തോന്നുന്നുണ്ട്. ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ അധികം ലാഗ് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഞാനൊരു ക്ലിപ്പ് കട്ട് ചെയ്ത് കളയട്ടെ ഇടയ്ക്ക് വെച്ചിട്ട്. എനിക്ക് തോന്നുന്നു ഗെയിം ഇപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. ഡയറക്റ്റ് എൻ്റെ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ടുള്ള എന്തെങ്കിലും ചിലപ്പോൾ ലാഗ് ആയിരിക്കും. കാരണം ഒരു ഗെയിം ലോഡ് വരുമ്പോൾ അതിൻ്റെ ലാഗ് ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടായിരിക്കും മിക്കവാറും. ഓക്കെ ഗൈസ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു എങ്കിലും ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് എങ്ങനെയൊക്കെ. അപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റും നമ്മുടെ പാർട്സൊക്കെ. നമുക്ക് കുറച്ച് പാർട്സിന് ഇതിന് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ടിൻ്റെ ബമ്പറിനും പിന്നെ അതുപോലെ റൈറ്റ് ഫ്രണ്ട് റൈറ്റ് ഫെൻഡറോ അപ്പോൾ എന്താ ചേട്ടാ. ഓക്കെ, അതുപോലത്തെ 2-3 പ്ലേസിലൊക്കെ നമുക്ക് ഇതിന് ഇതുണ്ട്, ഡാമേജ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ റിപ്പയർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്കിനി എന്തായാലും നമ്മുടെ വീട്ടിൽ പോയിട്ട് നമുക്കിനി സ്ലീപ്പ് ചെയ്യണം. നമുക്ക് ഈ ഒരു സിറ്റിയിൽ നമുക്ക് സ്വന്തമായിട്ട് വീടൊന്നുമില്ല. ഇവിടെ വമ്പോൾ എക്സ്പെൻസീവാണ് ജീവിക്കാനൊക്കെ. നമുക്കെന്തായാലും നമ്മുടെ ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകാം. വീടല്ല, കാരവാനിലാണ്. നമ്മളൊക്കെ ഒരു കാരവാൻ എടുത്തിട്ട് അതിലാണ് നമ്മളിപ്പോൾ കഴിയുന്നത്. ഓക്കെ, നമുക്ക് നേരെ ഇവിടെ വരാം. ഓക്കെ, ഇതാണ് നമ്മുടെ വീടിപ്പോൾ. ഓക്കെ, വന്നിട്ട് നമുക്ക് ഇവിടെ സ്ലീപ്പ് ചെയ്യാം. ഓക്കെ,
അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കാണിക്കട്ടെ. നമ്മൾ കാറ് സോൾഡ് ചെയ്തിട്ടില്ല, പർച്ചേസ്ഡ് കാർ കൗണ്ട് 1 ആണ്, മണി ഏർണഡ് 0, മണി സ്പെൻഡ് 11,380. ഓക്കെ സെക്കൻഡ് ഡേ ആയിട്ടുണ്ട്, ട്യൂസ്ഡേയും കാലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ഷോറൂമിൽ പോകണം. ഷോറൂമിന് പോകണമെങ്കിൽ നമുക്ക് നമ്മുടെ വർക്ക്ഷോപ്പിൽ പോകണം. വർക്ക്ഷോപ്പിൽ പോയിട്ട് അവിടെ നമ്മുടെ കാർ ഇറക്കി കൊണ്ടുവരണം. എന്തായാലും കാർ മിക്കവാറും അവന്മാരും അത് പൂട്ടി പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇനിയാവും മിക്കവാറും അതിൻ്റെ വർക്കൊക്കെ കഴിക്കുക. അപ്പോൾ എന്തായാലും നമുക്കവിടെ പോയി നോക്കാം. വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഷോറൂമിൽ കൊടുത്തിട്ട് കണ്ടത് നമുക്ക് സെയിലിന് കേട്ടോ. നമുക്കെന്തായാലും അതുവരെ ഒന്ന് പോയി നോക്കാം. ഓക്കെ അതിനിടയ്ക്ക് ഇവിടെ ഒരു അപ്പൂപ്പനെ ഇരിക്കുന്നുണ്ടല്ലോ. ഓക്കെ നമ്മുടെ കാർ കാർ ഇപ്പോഴും അവിടെ പണിയാണ് കേട്ടോ. ഓക്കെ പണി കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ഇവിടെ അവിടെ റിപ്പയറിങ് മാത്രമല്ല, നമുക്കിവിടെ പെയിൻറ്റിങ് ഉണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ മോഡിഫിക്കേഷൻ ചെയ്യണമെങ്കിലാണ് ഈ ഒരു ഓട്ടോ ഇലക്ട്രിക്സ് എന്നൊക്കെ സംഭവത്തിൽ. ഓക്കെ അപ്പോൾ ഞാൻ എന്തായാലും അതൊന്ന് കംപ്ലീറ്റ് ആണ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ. ഓക്കെ അപ്പോൾ നമ്മുടെ കാറിൻ്റെ ഈ ഒരു വർക്കും കാലൊക്കെ ഫുള്ളി കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വെഹിക്കിളും കാലൊക്കെ റിപ്പയർ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി പോയി സെയിലിനിടണം. ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിതാ ഈ ഒരു കാറ് ഡയറക്റ്റ് ചെറിയ ലാഗ് അടിക്കണം കേട്ടോ കാറ് എടുത്ത ടൈമിലൊക്കെ. മിക്കവാറും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗെയിം ലോഡായ ടൈമിലുള്ള ചെറിയൊരു റിസോഴ്സസും കാലൊക്കെ ജസ്റ്റ് ഒന്ന് ലോഡാവുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ലാഗ് ആയിരിക്കും മിക്കവാറും. ഓക്കെ ഇനി നേരെ റിവേഴ്സ് എടുത്താൽ നമുക്ക് അതിനുള്ളിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്യാം. ഓക്കെ ഇപ്പോൾ റിപ്പയർ ചെയ്തെടുത്തിട്ടുള്ളൂ, തട്ടാതെ മുട്ടാതെ കൊണ്ടുപോയി വെക്കാടെ. ഓക്കെ നമ്മുടെ ഹാൻഡ് ബ്രേക്കിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇറങ്ങാം. ഇവിടെ എന്തായാലും കുറച്ച് വേസ്റ്റും കാലൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വേസ്റ്റും കാലൊക്കെ കളക്ട് ചെയ്താണ്ട് ഇതൊക്കെ നമുക്ക് ഇവിടെ ഡസ്റ്റ്ബിന്നും കാലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ കൊണ്ടുപോയിട്ട് നമുക്കിടാം. ഓക്കെ അതിലോട്ട് ഇടാം. അപ്പോൾ നമുക്ക് എന്തൊരു എക്സ്പി എന്ന് പറഞ്ഞൊരു സംഭവം കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു ഗെയിമിലോട്ട് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെയാണ്. അതൊക്കെ ഞാൻ പതിയെ ഗെയിം മുമ്പോട്ട് പോകും തോരാൻ എനിക്ക് പറഞ്ഞു തരാം. ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു വേസ്റ്റും കാറിലൊക്കെ കളഞ്ഞ് കാണും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഈ ഒരു കാറും കാലൊക്കെ നമുക്ക് സെയിലിന് കേട്ടോ. ഓക്കെ ഞാൻ ഇതൊക്കെ ഒന്ന് പിക്ക് ചെയ്താണ്ട് അതിലോട്ട് ഇടട്ടെ. ഓക്കെ അതിലോട്ട് വലിച്ചെറിയാം. ഓക്കെ അതും കൈക്ക് ഇട്ടിട്ടുണ്ട്. ഓക്കെ അപ്പോൾ ഇനി ഈ ഒരു കാർ നമുക്ക് സെയിലിന് ഇടണം. ഓക്കെ അപ്പോൾ ഇനി സെയിലിന് ഇടുന്നതിന് മുമ്പ് അതിന്മേൽ കുറച്ച് ഡസ്റ്റും കാലൊക്കെ ഉണ്ട്. പക്ഷെ അത് ക്ലീൻ ചെയ്യാൻ ഏരിയ എവിടെയെന്ന് എനിക്കറിയില്ല കറക്റ്റായിട്ട്. അത് ജസ്റ്റ് ഇവിടെ ഒന്ന് പഠിക്കാനുണ്ട് കൈസ് ഫുള്ളായിട്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഒരു കാർ നമുക്ക് സെയിലിനിടാം. ഓക്കെ ഇത് നമുക്കും സെയിലിനിടുമ്പോൾ 13K ആണ്. അപ്പോൾ ഇതിന് ഇവർ പറഞ്ഞൊരു റേറ്റും കാലൊക്കെ കേട്ടോ. അപ്പോൾ 13K ആണിത് സെല്ല് ചെയ്ത് പോകാൻ പറ്റുക അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും 13K പോലെ കേസ് നമുക്കൊരു 50 പിടിച്ചാലോ. നമുക്ക് 50 നമുക്ക് ഫ്യൂവലൊക്കെ കുറവല്ല. ഫ്യൂവൽ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ ഫ്യൂവൽ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ കാറിൽ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. ഇവിടെ വന്നിട്ട് നമ്മുടെ കാർ എൻ്ററല്ല പുറത്തിറങ്ങ്. ഓക്കെ എൻ്ററല്ല കാറൊന്നും ചെയ്തില്ല. ഓക്കെ കാറ് വെക്കിയിട്ട് നമുക്കത് ഈ ഒരു ഇത് നിൽക്കുമ്പോൾ ഓക്കെ ഫ്യൂവൽ അടിച്ചിട്ടുണ്ട്, ഫ്യൂവൽ ഫുള്ളാക്കിയിട്ടുണ്ട്. ഓക്കെ നൈസ്. അപ്പോൾ ഇനി എന്തായാലും നമുക്കിതാ സെയിലിനിടാം. ഓക്കെ നമ്മുടെ നേരെ നമ്മുടെ ഇവിടെ വന്ന് കാർ ഫോർ സെയിൽ എടുത്ത് നമ്മുടെ വെബ്സൈറ്റിൽ കയറിയാണ്ട് നമുക്കിതാ ഇവിടെ നമ്മുടെ ഈ ഒരു കാർ നമുക്ക് സെറ്റാക്കാം. പിന്നെ പോയി നമുക്ക് ഫോട്ടോസൊക്കെ എടുത്ത് സെറ്റ് ഇട്ട്. ഓക്കെ നമ്മൾ കുറച്ച് കൂടുതൽ റേറ്റിനാണ് ഇട്ടിട്ടുള്ളത്. അപ്പം ജസ്റ്റ് നമ്മുടെ ഫസ്റ്റ് സെയിലല്ലേ നമുക്ക് നോക്കാമല്ലോ. ഫസ്റ്റ് കസ്റ്റമറൊക്കെ വന്നുകൊണ്ട് നമുക്ക് എങ്ങനെയുണ്ട് എന്തൊക്കെ നമുക്ക് ഫസ്റ്റ് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് നമുക്ക് കുറച്ച് കൂടുതലായിട്ടുണ്ട്. ഓക്കെ ഇവിടെ ഒരു അപ്പൂപ്പൻ ഇരിക്കുന്നുണ്ട്. അപ്പൂപ്പൻ നമുക്ക് ജോലിക്ക് എടുക്കാൻ പറ്റില്ല, ഹയർ ചെയ്യാൻ പറ്റും. വീക്കിലി 500 കൊടുക്കേണ്ടി വരും. ഓ നൈസ്. ഓക്കെ ഗീവ് മണി നമുക്ക് പൈസ കൊടുക്കാനും പറ്റും. ഓക്കെ നൈസ്. അപ്പോൾ എന്തായാലും ഇനി കസ്റ്റമേഴ്സും കാലം വരുന്ന വരെ നമുക്ക് ഇനി ഇവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അത് വേറെ ഇനി ഇവിടെ വേറെ പണിയൊന്നും ഇല്ല. ഇപ്പോൾ അഥവാ വേറെ വെഹിക്കിൾ വാങ്ങണമെന്നുണ്ടെങ്കിലും ജസ്റ്റ് നമ്മുടെ കയ്യിൽ 11,000 ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അഫോർഡബിൾ ആയിട്ടുള്ളൊരു വെഹിക്കിൾ ഇനി കിട്ടുമെന്ന് എനിക്കറിയില്ല. നമുക്ക് എന്തായാലും നൈബർഹുഡിൽ പോയി നോക്കാം. അപ്പോൾ അവിടെ നോക്കിയിട്ട് വെഹിക്കിൾ കിട്ടുമോ നോക്കണം. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് നേരം പാടി ഇവിടെ നിൽക്കട്ടെ. കുറച്ച് നേരം പാടി ഇവിടെ നിന്നിട്ട് ഏതെങ്കിലും കസ്റ്റമറും കാലൊക്കെ വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ് ആക്കാം. ഓക്കെ ഫൈനൽ ഇതാ നമുക്കൊരു കസ്റ്റമറും കാലൊക്കെ വന്നിരിക്കുകയാണ്. ഓക്കെ 13,000 ഇവന് ഈ ഒരു കാറും കാലൊക്കെ വാങ്ങിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഇവന് സെല്ല് ചെയ്താലോ. എന്തായാലും 20K നമ്മൾ ഇട്ടിട്ടുള്ളത്, പക്ഷെ അതിന് ആരും വന്ന് വാങ്ങിക്കില്ല. നമ്മളെന്തായാലും ഈ ഒരു കാർ നമ്മൾ വാങ്ങിയിട്ടുള്ളത് തന്നെ 11K ആട്ടോ നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അത്രയൊക്കെ നമ്മുടെ കൂട്ടി വിൽക്കുമ്പോൾ ആരും വാങ്ങാൻ സാധ്യതയില്ല.
ഓക്കെ അതിൻ്റെ ഇടയ്ക്ക് നൈറ്റ് ആയിട്ടുണ്ട്. ഞാൻ പോയി സ്ലീപ്പ് ചെയ്യട്ടെ. ഓക്കെ നേരെ പോയി സ്ലീപ്പ് ചെയ്യാം. ഞാൻ ആ കാറ് സെല്ല് ചെയ്തില്ല കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. അതിൻ്റെ ഇടയ്ക്ക് നൈറ്റ് ആയപ്പോൾ ഇറങ്ങിപ്പോയി. ഓക്കെ അപ്പോൾ എന്തായാലും ഇനി നെക്സ്റ്റ് ഡേ ആകുമ്പോൾ വേറെ ഏതെങ്കിലും കസ്റ്റമർ വന്നാൽ വെച്ചാൽ നമുക്ക് അതിനെ പിടിക്കാൻ പറ്റും. പിന്നെ ബൈ ദ വേ ഇപ്പം നമുക്ക് നമ്മുടെ കുറേ സ്കിൽസും കാലൊക്കെ നമുക്കിപ്പോൾ അവൈലബിൾ അല്ല. നമുക്ക് ഈ ഒരു ഗെയിം മുമ്പോട്ട് പോകുന്നതോറും ഒരുപാട് സ്കില്ലും കാലൊക്കെ നമുക്ക് അൺലോക്ക് ആവുന്നതാണ്. സ്കിൽസൊക്കെ അൺലോക്ക് ആകുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു കാർ നമുക്ക് വാഷ് ചെയ്യാനും പിന്നെ കാർ നമുക്ക് ഇത് ചെയ്യാനൊക്കെ മറ്റേ റിപ്പയർ ചെയ്യാനൊക്കെ നമുക്ക് ഇതിലൊക്കെ കിട്ടും, ഓഫറിലൊക്കെ കിട്ടും. പിന്നെ അതുപോലെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മാനുവലായിട്ട് തന്നെ നമുക്ക് തന്നെ അത് റിപ്പയർ ചെയ്യാനും വാഷ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഓപ്ഷൻസും കാലൊക്കെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ ബാർ ചെയ്യാൻ, അതായത് നമുക്ക് നമ്മുടെ ഈ ഒരു കാർ ഇപ്പോൾ ഈ ഒരു പരന്ന റേറ്റിന് നമുക്ക് കുറച്ചും പാടി കൂട്ടി പറയാനായി, അതുപോലെ നമ്മുടെ കാർ വാങ്ങിക്കുന്ന ടൈമിൽ അതിനെക്കാളും കുറച്ച് പറയാൻ നമുക്ക് പറ്റുന്നതുണ്ട. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പുതിയൊരു കസ്റ്റമർ വന്നിട്ടുണ്ടോ, അവന് 14K ആണ് പറഞ്ഞുള്ളത്. നമുക്ക് 14K ഞാൻ അവന് സെല് ചെയ്തിട്ടുണ്ട്. ഓക്കെ അപ്പോൾ എന്തായാലും ഇപ്പം നമ്മുടെ കയ്യിൽ 26,000 ഉണ്ട്. നമുക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ കിട്ടിയിട്ടുണ്ട്. ബൈ ദ വൈ നമുക്ക് ഫസ്റ്റ് നമ്മുടെ കയ്യിൽ ഇത് കയറുമ്പോൾ 25K ആണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരുപാട് ട്രാവൽ ചെയ്ത് ട്രാവലിംഗ് എക്സ്പെൻസ് നിങ്ങൾ കൂട്ടണം. ട്രാവലിംഗ് എക്സ്പെൻസും നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ അപ്പോൾ നമുക്കിനി ഇവിടെ ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന് നോക്കിയ കാറല്ലേ, ഇത് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു. എത്ര 4 lakh അങ്ങനെ എന്തോ ആണ് വന്നത് അല്ലേ, 9,000. ഓക്കെ നൈസ്. ഒന്നും നോക്കിയില്ല, കാർ അങ്ങനെ തന്നെ തൂക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ അപ്പോൾ ഇനി ഇതുകൊണ്ട് നേരെ നമുക്ക് നമ്മുടെ ഇനി ഷോറൂമിലോട്ട് പോവാം. ഗൈസ് ഞാൻ ഷോറൂമിലോട്ട് വരുന്ന വഴിക്കുക നമ്മൾ ക്ലീനിങ് സെൻറ്ററും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനെന്താ ക്ലീനിങ്ങിന് ഇട്ടിട്ടുണ്ട് നമ്മുടെ കാർ. ഞാൻ എന്തായാലും അവിടെ ക്ലീനിങ്ങിന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അത് കുറച്ച് ടൈം എടുക്കും. അതിൻ്റെ ഇടയ്ക്കാണ് ഗൈസ് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ നമ്മുടെ അപ്പൂപ്പൻ ഗൈസ് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ഓക്കെ നമുക്ക് എന്തായാലും അപ്പൂപ്പനെ നമുക്ക് ജോലിക്ക് എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അപ്പൂപ്പനെ നമുക്ക് എന്തായാലും ഒരു സ്റ്റാഫാക്കിയിട്ട് നമുക്ക് വെക്കാം. എന്തായാലും ഫ്യൂച്ചറിൽ നമുക്ക് സെറ്റാക്കാം. ഓക്കെ ബൈ ദ വേ അവിടെ എന്തോ ഒരു ഉണ്ടല്ലോ. ഓക്കെ വെയിറ്റ്, ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ട്. ഓക്കെ ഞാൻ എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇവിടെ എന്താ കഫേ എന്തെങ്കിലും ആണോ? ഓക്കെ അതിന് മുമ്പിലോട്ട് പോകാം. ഓക്കെ മുമ്പിലോട്ട് പോയിട്ട് നോക്കാം. ഓക്കെ മതിൽ ചാടി കിടക്കാൻ പറ്റുന്നില്ല. ഓക്കെ റെഡ് കഫേ. ഓക്കെ റെഡ് കഫേ ആണല്ലോ. ഓക്കെ ഇതിന് പുറത്ത് എഴുതാൻ നിൽക്കുന്നുണ്ട്. നമുക്ക് അവനോട് എന്തെങ്കിലും കോൺടാക്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. ബ്ലാക്ക് മാർക്കറ്റോ? ഓ നൈസ്. ഓക്കെ ഒരു ചുറ്റിക്കയും കിട്ടുന്നുണ്ട്. പിന്നെ 3000 നമുക്കൊരു ടാബ്ലറ്റും കാലം കിട്ടുന്നുണ്ട് കേട്ടോ. ഗൈസ് ടാബ്ലറ്റ് ആണ്. അപ്പോൾ നമുക്ക് ടാബ്ലറ്റ് വാങ്ങിച്ച് നമ്മുടെ വെഹിക്കിളിൻ്റെ ഒക്കെ ഫോട്ടോ എടുത്ത് നമുക്ക് വെബ്സൈറ്റിൽ അപ്ലോഡ് ആക്കാൻ പറ്റുന്നതാണ്. അതാകുമ്പോൾ നമുക്ക് കുറച്ചും പാടി നമ്മുടെ ഈ ഒരു നമ്മുടെ ബയ്യേഴ്സിനും കാലൊക്കെ നമുക്ക് കുറച്ചും പാടി അട്രാക്റ്റ് ചെയ്യിക്കാൻ പറ്റും. നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ നമ്മുടെ വെഹിക്കിളിൻ്റെ ഫോട്ടോയും പിന്നെ അതുപോലെ അതിൻ്റെ മോഡിഫൈ ചെയ്തൊക്കെ ആണെങ്കിൽ നമുക്ക് വണ്ടി നമുക്ക് അതിൻ്റെ എടുക്കാൻ വേണ്ടി എല്ലാം ഒന്ന് ഇടിച്ച്. ഓക്കെ നമ്മൾ മോഡിഫൈ ചെയ്ത വണ്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ പിക്ചേഴ്സൊക്കെ എടുത്ത് നമ്മുടെ വെബ്സൈറ്റിൽ ഇടുകയാണെങ്കിൽ നമുക്ക് കസ്റ്റമേഴ്സിനെ കുറച്ചും പാടി അട്രാക്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിന് നമുക്ക് കുറച്ചും പാടി ഗ്രോത്ത് നമുക്ക് കിട്ടും അതിലൂടെ. അപ്പോൾ ഞാൻ എന്തായാലും ഒരു ടാബ്ലറ്റും കാലൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇപ്പോൾ തന്നെ അത്യാവശ്യം കുറച്ച് ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് ആയതുകൊണ്ടാണ് ഇത്ര ലാഗ് ആയത്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത എപ്പിസോഡൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ചും പാടി നമുക്ക് സെറ്റാക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡും കാലൊക്കെ എത്തിയുള്ളൂ. അപ്പോൾ അടുത്തൊരു കാർ സെയിലിംഗ് സിമുലേറ്ററിൻ്റെ എപ്പിസോഡുമായി കാണുന്നവരെല്ലാവർക്കും ബൈ. നൈസ്. സബ്സ്ക്രൈബും ലൈക്ക് ബട്ടനും അടിക്കാൻ ആരും മറക്കണ്ട.